എന്റെ ലോയിക്കാരെ വിളിച്ചുകൊണ്ടിരിക്ക മുഹൂർത്ത സമയം അയക്കണേ ഈ പങ്കട അന്നാണ് എല്ലാരും അവിടെ ചോദിക്കണേ ഈ വളയുണ്ടോ ഒരു കമ്മലുണ്ടോ ഒരു മാലയുണ്ടോ നിങ്ങൾ പറയും എന്തെങ്കിലും സാരി ഉണ്ടാ നല്ലത് ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് എങ്ങനെ എത്ര കൊല്ലം മല്ലിക എന്റെ ദാരിദ്ര്യം കൊണ്ട് അവിടെ ഇവിടെ കൊണ്ട് പണയം വെച്ച് അണക്ക് എടുത്തു തരണ്ട് എന്താ ഇത് ചങ്ങായി ഈ കവല വെച്ച് നാട്ടുകാർ കൊണ്ട് ഇത് പറപ്പിക്കാൻ പറ്റുകയാണ്. ഭാര്യ എന്ന് പറഞ്ഞ ആരാ? ലക്ഷ്മിയാണ്, വീടിന്റെ ലക്ഷ്മിയാണ്. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാല് ഭാര്യമാർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞാല് ഒരു കമ്മൽ ആവശ്യപ്പെട്ട 2 കമ്മൽ, ഒരാൾക്ക് 2 മതി, 2 വാങ്ങി കൊടുക്കും ഞാൻ. പിന്നെ സാരി എന്ന് പറഞ്ഞ 1 പറഞ്ഞാൽ 2 3 മതി. പിന്നെ ഫുഡിന്റെ കാര്യമൊന്നും പറയണ്ട. ഫുഡ് എന്ന് പറഞ്ഞാല് മുന്തി ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ബിരിയാണി, നെയ്ച്ചോറ്, ഐസ്ക്രീം എന്താ വേണ്ട അത് വേണ്ടോളാട്ട് വാങ്ങി കൊടുക്കും. പിന്നെ സിനിമ കാണുന്ന കാര്യം ഇതൊക്കെയാന്ന് ഈ ഭാര്യമാരോട് ആവശ്യപ്പെടുന്നത്. അത് ഒരു ദിവസം പോയിട്ട് ഫുള്ള് സിനിമ കാണിച്ചു കൊടുക്കും. പിന്നെ അല്ലാണ്ട് ഇത് ഈ കവൽ ആൾക്കാരെ കണ്ടു പഠിക്കും. സാരി, നല്ല നല്ല കമ്മല്, മാല, വള, ഓള് സിനിമ ഞാൻ കല്യാണം കഴിച്ചു വീട്ടിലെത്തട്ടെ. എന്താ എന്താണടി ഓരോന്ന് പറയുമ്പോ എന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കണ്? എന്തിനാ? പിന്നല്ലാതെ നിങ്ങൾ ഒരാണ് ഓരോരാണ് അല്ലേ? എനിക്ക് എന്താ വാങ്ങിച്ചത്? ഒരു വളയുണ്ട, കമ്മലുണ്ട്, എല്ലാം ബാങ്ക് കൊണ്ടുപോയിട്ട് പണ്ടാറടങ്ങിറക്കല്ലേ നിങ്ങള്. ഒരു മാലയുണ്ട്, പണ്ടൊന്നോണ്ട് സാരി, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണു എന്തൊക്കെ ചെയ്യും. ഓനെല്ലാം ചെയ്യണ്ടില്ലേ? ഓനെ അറിയാ 4 കല്യാണം കറ്റിക്കടി നമുക്ക്. ഒരു ഭാര്യനോട് തെറ്റിക്കഴിഞ്ഞാൽ ക്യാരറ്റ് അടുപ്പ് ചുരുണ്ട അടുത്ത ഭാര്യന്റെ അടുത്തു, അതിന്റെ അടുത്ത ഭാര്യന്റെ അടുത്തു, അതിന്റെ അടുത്ത ഭാര്യന്റെ പോടും. ഓന് പ്രശ്നം ഉണ്ടാവില്ല. 33 കൊല്ലായി ശാശിയ മനസ്സിലെ ഒറ്റ ആളേ ഉള്ളൂ കേട്ടോ. നമ്മള് കല്യാണത്തിന് പോവാ. ഈ 5ാമത്തേന് കണക്കാക്കി നിൽക്കുമായിരിക്കും അല്ലേ? ഇത് എക്സസൈസാ. അത് ഞാൻ എല്ലാം കൂട്ടി പറയുന്നതിനെ കൊണ്ടേ ഒരു പറമ്പുള്ളവനെ പറ്റി 2 പറമ്പ്, 1 ബസ്സുള്ളതിനെ പറ്റിട്ട് 2 ബസ് പറയും. ഈ എമ്മാര് തരികിടായിട്ട് എന്റെ അടുത്ത് കളിച്ചാണ്ടല്ലോ, പച്ച മട്ടലെടുത്താ നാട്ടല്ലേ മുറിച്ചോളൂ ഞാൻ. കൊട്ടൻ കൊട്ടക്കാരി